നമസ്കാരം എൽസമ്മ. എന്താ ബുദ്ധിമുട്ട്? എൻ്റെ കക്ഷത്തിലും തൊടയുടെ ഇടുക്കിലുമൊക്കെ നല്ല ചോദിച്ചിലുണ്ട്. അതൊന്നും അറിയാനായിട്ടാണ്. ആ റൂമിലേക്ക് വരും, ഒന്ന് പരിശോധിക്കട്ടെ. എൽസമ്മ, ഡെർമറ്റോഫൈറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ട്രൈക്കോഫൈറ്റോൺ റൂബം, ട്രൈക്കോഫൈറ്റോൺ മെന്റഗ്രോഫൈറ്റ്സ് എന്നീ ഫംഗസ് ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ പുഴുക്കടി എന്നൊക്കെ വിളിക്കുന്ന ടീനിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. വട്ടത്തിലുള്ള ചൊറിച്ചിലോട് കൂടിയിട്ട് പാടായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നമ്മൾ പെരിഫറൽ ആക്ടിവിറ്റി വിത്ത് സെൻട്രൽ ക്ലിയറിംഗ് എന്നാണ് ഈ പറയുന്നത്. അതായത് പെരിഫറിയിലായിരിക്കും ചുവപ്പും തടിപ്പും ചൊറിച്ചിലും സ്കെയിലിംഗും ഒക്കെ കൂടുതൽ. സെൻട്രലിലെ സ്കിന്ന് ശരിക്കും നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. ഫംഗസോ ഒക്കെ ഞാൻ നല്ല വൃത്തിയുള്ള ഒരാളെ. ഞാൻ രാവിലെ 2 നേരം എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. വൃത്തിയില്ലായ്മ മാത്രമല്ല ഈ രോഗം വരാനുള്ള ഒരു കാരണം. കേരളത്തിൽ പൊതുവെ ഒരു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ മടക്കുകളിൽ, ശരീരത്തെ മടക്കുകളിലൊക്കെ വെള്ളവും വിയർപ്പും കെട്ടി നിൽക്കുമ്പോൾ ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടിവസ്ത്രങ്ങൾ കഴുകി ഉണക്കി ഉപയോഗിക്കാതിരിക്കല്, പിന്നെ ഡയബറ്റിസ്, ഇമ്മ്യൂണിറ്റി കുറവ്, ഇതൊക്കെ ഈ രോഗം ഉണ്ടാക്കുന്നു. പിന്നെ എണ്ണ തേച്ചുകൂടി ഈ രോഗത്തിന് അത്ര നല്ലതല്ല. കാരണം എണ്ണ ഈ ഫംഗസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. രോഗിയുമായുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ പെറ്റ്സ്, സോയില്, ഈ റൂട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടും. ഞാൻ മറ്റുള്ളവരുടെ ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാറില്ല ഡോക്ടർ. പിന്നെ ടൂർ പോയപ്പോൾ ബെഡ്ഷീറ്റ്, ട്രെയിനിലെ ബെഡ്ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു. പിന്നെ കോട്ടക്കോണിലെ ടർക്കി ടവലൊക്കെ ഉപയോഗിച്ചായിരുന്നു. അതിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കാം. എങ്ങനെയാണ് ഡോക്ടർ ഇതിന്റെ ചികിത്സ വരുന്നത്? ഡെർമറ്റോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ആന്റി ഫംഗൽ ലേപനങ്ങളും പിന്നെ മരുന്നുകളൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്വെറ്റിംഗ് കാരണമുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ആന്റി ഫംഗൽ പൗഡേഴ്സും നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പാട് ചെറുതായിരിക്കുമ്പോൾ ആന്റി ഫംഗൽ ലേപനങ്ങൾ മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അതിനാൽ അസുഖത്തിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സ നേടുക. കുളി കഴിഞ്ഞ് ശരീരം നല്ലോണം ഉണക്കിയതിനു ശേഷം മാത്രം ആന്റി ഫംഗൽ ലേപനങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു റൂൾ ഓഫ് 2 വെച്ചിട്ടാണ് ആന്റി ഫംഗൽ ലേപനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 2 നേരം അപ്ലൈ ചെയ്യണം. പാടിന്റെ 2 സെന്റിമീറ്റർ പുറത്ത് നിന്ന് അകത്തോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ സാധാരണ ക്രീം ഇടുന്ന പോലെ പാടിന്റെ അകത്ത് നിന്ന് പുറത്തോട്ടല്ല ഈ ടീനിയ ഇൻഫെക്ഷൻസിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. 2 സെന്റിമീറ്റർ പുറത്ത് നിന്ന് അകത്തോട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക. അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ കൈ വെച്ച് ചൊറിയരുത്. മറിച്ച് കയ്യിലുള്ള ക്രീം വെച്ച് പതുക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. കൊണ്ട് നിരന്തരം ചൊറിയുമ്പോൾ ഈ ഫംഗസ് നഖത്തിനുള്ളിൽ തങ്ങി നിൽക്കുകയും രോഗിയുടെ തന്നെ മറ്റ് ബോഡി പാർട്സിലേക്ക് സ്പ്രെഡ് ആവുകയോ അല്ലെങ്കിൽ കൂടെയുള്ളവരിലേക്ക് പകരുകയോ ചെയ്യുന്നു. മാത്രമല്ല കൈകൊണ്ട് ചൊറിഞ്ഞു പൊട്ടിക്കുമ്പോൾ അത് വ്രണമാകാനും അതിൽ തന്നെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് അത് പഴുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ തവണ പാടിൽ തൊട്ട് കഴിയുമ്പോഴും നാം കൈ സോപ്പിട്ട് കഴുകണം. ചൊറിച്ചിൽ തോന്നുമ്പോഴൊക്കെ കൈകൊണ്ട് മാന്താതെ നമ്മൾ ആ കയ്യിൽ കരുതി വെച്ചിരുന്ന ക്രീം ഇട്ട് ഒഴിഞ്ഞു കൊടുത്ത് കറക്റ്റായിട്ട് പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ചൊറിച്ചിലിന് നല്ല വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ഇൻഫെക്ഷൻ മാറാനായിട്ട് 6 to 8 weeks, അതായത് 2 മാസം വരെ എടുത്തേക്കാം. ചൊറിച്ചിൽ കുറയുമ്പോൾ ട്രീറ്റ്മെന്റ് ഉഴപ്പുകയോ അല്ലെങ്കിൽ ഒരു നേരം അപ്ലൈ ചെയ്യുക, ചൊറിച്ചിൽ തോന്നുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യുക, ഈ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അസുഖം മാറാതെ നിൽക്കുകയും പിന്നീട് മരുന്നിട്ടാലും മാറാത്ത വിധം ആന്റി ഫംഗൽ റെസിസ്റ്റൻസിനും ഇത്തരം ആപ്ലിക്കേഷൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഡ്യൂറേഷനിൽ നിർദ്ദേശിക്കുന്ന തവണകളിൽ തന്നെ കൃത്യമായിട്ട് മരുന്നിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭയങ്കര ചൊറിച്ചിലാണ് ഡോക്ടർ. ചൊറി ഉണ്ടാകുന്ന കരുതിയാലും അതറിയാതെ നമ്മൾ ചൊറിഞ്ഞിട്ടുണ്ട്. ചൊറിച്ചിൽ കുറയാനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും ആന്റി ഫംഗൽസിന്റെ കൂടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അസുഖത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഡോക്ടറെ കാണാൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഓയിൻമെന്റ് മേടിച്ച് കഴിച്ചിരുന്നു. ആദ്യം ചൊറിച്ചിൽ കുറവുണ്ടായിരുന്നു. പിന്നെ അത് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറുന്നില്ല. പിന്നെയും ചൊറിച്ചിൽ കൂടുതലായിട്ട് വരും. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ചൊറിച്ചിൽ ലഭിക്കുന്ന ക്രീംസ് മിക്കതും പ്ലെയിൻ സ്റ്റിറോയിഡ്സോ സ്റ്റിറോയിഡ് അടങ്ങിയ കോമ്പിനേഷൻ ക്രീമുകളോ ആയിരിക്കും. സ്റ്റിറോയിഡ് ലേപനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ കുറഞ്ഞ് അതിൻ്റെ സിംറ്റംസ് ഒക്കെ, അതായത് ചൊറിച്ചിൽ കുറയുമെങ്കിലും ഇൻഫെക്ഷൻ ഡീപ്പായി പെനിട്രേറ്റ് ചെയ്യുകയും അത് മാറാതെ നിൽക്കുകയും മരുന്ന് നിർത്തുന്നതോടുകൂടി ഇരട്ടിയായി തിരിച്ചു വരികയും ചെയ്യും. മാത്രമല്ല ഡോക്ടേഴ്സ് ഈ അസുഖത്തിന്റെ ഈ വട്ടത്തിലുള്ള ഈ പാറ്റേൺ വെച്ചിട്ടാണ് പലപ്പോഴും അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് അപ്ലിക്കേഷൻ വഴി ഈ പാറ്റേൺ നഷ്ടപ്പെടുകയും അത് അതിന്റെ ഡയഗ്നോസിസിനെ ബാധിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ സ്വയം ചികിത്സ ഒരസുഖത്തിനും നല്ലതല്ല, ടീനിയയ്ക്ക് ഒട്ടും നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അസുഖത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കുന്നത് അസുഖം വളരെ വേഗത്തിൽ മാറാൻ സഹായിക്കുന്നു. ജിമ്മിൽ പോവുകയോ ശരീരം വിയർക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്താൽ തിരിച്ചു വന്നതിന് ശേഷം എത്രയും വേഗം ശരീരം കുളിക്കുക. കുളി കഴിഞ്ഞാൽ ശരീരം നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം വസ്ത്രം ധരിക്കുക. നീളമുള്ള മുടിയുള്ളവർ
കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ പൊക്കി കെട്ടി വയ്ക്കുക. ഇറുകിയ കട്ടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുക. സോപ്പ്, വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ എന്നിവയൊക്കെ വീടുകളിലും ഹോസ്റ്റലുകളിലും ഷെയർ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. രോഗിയുടെ വസ്ത്രങ്ങൾ ഇൻസൈഡ് ഔട്ട്, അതായത് അകത്തുള്ള ഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് ചൂടുവെള്ളത്തിൽ അലക്കിയെടുക്കുകയും നല്ല വെയിലിൽ ഉണക്കിയെടുക്കുകയും ചെയ്യുക. ഇനി വെയിലില്ലാത്ത സമയമാണെങ്കിൽ ഇസ്തിരിയിട്ടെടുക്കുക. എപ്പോഴും ക്ലീനും ഡ്രൈയും ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. പൂർണ്ണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ വസ്ത്രം വീണ്ടും യൂസ് ചെയ്യുമ്പോൾ അസുഖം മാറിയാലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ അസുഖമുള്ള അമ്മമാർ കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിനു ശേഷം മാത്രം കുട്ടികളെ എടുക്കുക. ഫീഡ് ചെയ്യുമ്പോൾ അസുഖമുള്ള ഭാഗം തുണി വെച്ച് മറച്ചതിന് ശേഷം ഫീഡ് ചെയ്യുക. കുടുംബത്തിലോ ഹോസ്റ്റലിലോ ഒന്നിൽ കൂടുതൽ രോഗികൾ ഉള്ളപ്പോൾ എല്ലാവരും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഒന്നിച്ച് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. രോഗത്തിന്റെ സിവിയറിറ്റിയും രോഗിയുടെ ആരോഗ്യസ്ഥിതിയും അനുസരിച്ചാണ് ഓരോ ട്രീറ്റ്മെന്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ട്രീറ്റ്മെന്റ് ഡോക്ടറെ കാണാതെ ബ്ലൈൻഡ് ആയിട്ട് മറ്റൊരാൾ ഫോളോ ചെയ്യുന്നത് നല്ലൊരു പ്രവണതയല്ല. ശരി ഡോക്ടർ, ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യാം. താങ്ക് യു.